മഹാകോപിഷ്ഠനാണെന്നും എന്ത് കിട്ടിയാലും എറിഞ്ഞു പൊട്ടിക്കുന്നയാളാണെന്നും കൂടെ ഞാൻ പറഞ്ഞു. ഇത് രണ്ടും ഞാൻ പറഞ്ഞു. 40 ഇരിക്കുമെന്നും പറഞ്ഞു, എറിഞ്ഞു പൊട്ടിക്കുമെന്നും പറഞ്ഞു. ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ഇതിലേത് കമന്റ് ആയിരിക്കും വൈറലാകുന്നത്? 40 ഇരിക്കുന്നു ഒന്നും ആരും അറിയില്ല. മോശ കോപിക്കുന്ന ഫോട്ടോ, മോശ എറിഞ്ഞു പൊട്ടിക്കുന്ന ഫോട്ടോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഭയങ്കര ലൈക്കാ. ചുട്ട പറഞ്ഞു 1 ലക്ഷം ലൈക്കാ. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇനി ഇതാണ് സത്യം. ഇതേ സംഭവിക്കും. ഇത് തന്നെ സംഭവിക്കും. ഇന്നായാലും ഇതേ സംഭവിക്കും. ശരി, ഒരൽപ്പം മാറി നിന്നിട്ട് ഈ മോശയെ വിളിച്ച ദൈവത്തോട് ചോദിക്കണം, ഈ കേൾക്കുന്നത് വല്ലതും ശരിയാണോ? ഇങ്ങനൊരാളെയാണോ നീ ആ സഭയുടെ അധ്യക്ഷനാക്കി വെച്ചത്? ഇതുപോലെ കോപിക്കുന്ന, കയ്യിൽ എന്ത് കിട്ടിയാലും എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരാളെയാണോ ഈ 30 ലക്ഷത്തിന്റെ അധ്യക്ഷനായി നീ നിയമിച്ചത്? ശരിയാണോ ഈ കേൾക്കുന്നത് എന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം എന്തു പറയുമെന്ന് സംഖ്യ 12 വായിക്കണ്ട. എനിക്ക് ആ വാക്കുകളുണ്ടല്ലോ, ഇന്നും അതിന്റെ ആഴം അറിയില്ല. എന്റെ ദൈവം മോശയെ കുറിച്ച് പറയുക, ഭൂതലത്തിൽ, ആ പദവ പറഞ്ഞേ, യെരുശലേമിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ അല്ല പറഞ്ഞേ, ഭൂതലത്തിൽ മോശയെപ്പോലെ സൗമ്യനായ ഒരാൾ. ഇതാ റിയാലിറ്റി. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? അതാണ് റിയാലിറ്റി, അതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ മനസ്സിലായി വെളിപ്പാടെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ദൈവദാസൻ അനീഷ് ആരായി ദൈവം കാണുന്നോ എന്ന് പറഞ്ഞാൽ, അനീഷിനെ ദൈവം എങ്ങനെ കാണുന്നോ അങ്ങനെ കാണാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ വെളിപ്പാടുള്ളവനാന്ന് പറയാം. വല്ല മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു ദൂത് കൂടെ പറയുക. ആരെക്കുറിച്ചും ദൈവം വിധിക്കാതെ നമ്മൾ വിധിക്കരുത്. ഹല്ലേലൂയ.